എന്താടാ അവളെ കാണുന്നില്ലല്ലോ. നമ്മൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ലെന്ന്? ഒരു രാത്രി മുഴുവൻ മായനെ തനിച്ചാക്കില്ലേ? നമ്മൾ മനപ്പുറമല്ലല്ലോ, ആ തള്ള വിടാഞ്ഞിട്ടല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? എവിടെ പോയി അന്വേഷിക്കാൻ? ഇവിടെ കയറി വന്നത് എങ്ങനെയാ? അതേപോലെ തിരിച്ചിറങ്ങി പോയിട്ടുണ്ടാവും. ആരാ എന്താണെന്നൊന്നും അറിഞ്ഞോളെങ്കിലും ആ കുട്ടി വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ചുണ്ടാകാൻ തുടങ്ങി. എടാ അവളിതേ പോയിട്ടില്ല, നിന്റെ ഷർട്ട് ഇട്ട് വന്നേക്കണ്. നല്ല ആളുകളാ. ഒരു പെണ്ണ് വീട്ടിൽ തനിച്ചാണെന്ന വിചാരം പോലും ഇല്ലാതെ. സോറി കേട്ടോ. എന്താ പറ്റിയെന്നറിയോ? ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയില്ലേ, ഒരു വിധത്തിൽ അവരവിടെ ഞങ്ങളെ വിടില്ല. ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന് അവരുടെ വിചാരം. എന്തായാലും ഇനി അവരെ നമ്മൾ പേടിക്കണ്ട. ഈ വഴിക്ക് അവർ വരില്ല, ഉറപ്പാ. ആള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇന്നലെ പാട്ടും കൂത്തും തകർത്തല്ലോ. അത് ശരിയാ. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് പാട്ടും ഡാൻസും വലിയ ഇഷ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇവിടെ വെച്ച് പാട്ടും ഡാൻസും സ്ഥിരമായി ആസ്വദിക്കാലോ. ഞാൻ ചായ കൊണ്ടുവരാം. ഓക്കെ. ആസ്വാദക നീ വന്നേ. കോളേജിൽ പഠിക്കുമ്പോ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ഏത് കോളേജിലാ പഠിച്ചത്? അതൊക്കെ എന്റെ നമ്പറല്ലടാ. നമ്പർ ഇപ്പൊ ഇടണ്ട. ദാവൂദിന്റെ ആൾക്കാര് ബോംബെയിൽ നിന്ന് സ്ഥലം വാങ്ങാൻ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തണമെന്ന് പുരുഷോത്തമുള്ള പറഞ്ഞ ഓർമ്മയുണ്ടാ? ഞാൻ റെഡിയാടാ. ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ഇത് മിസ്റ്റർ റാവുത്തർ. കോൾ അടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു എവിടെ കിട്ടാനാ? കോൾ അടിച്ചില്ലേന്ന് കണ്ണായ സ്ഥലത്തെ കോൾ കോൾ. ഇവന്മാരെന്താ പൊട്ടന്മാരാ? അപ്പൊ മലയാളം അറിയില്ലല്ലേ? രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശുകൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റ് 1 10,000 വാങ്ങിയ ഭൂമി യവന്മാർ 50,000 വാങ്ങാൻ പോവുക. നമ്മുടെ പാർട്ടി എത്തിയല്ലോ. എന്താ അത്ര വൈകിയത്? ഇത് അനന്തൻ. ഹലോ. ഹലോ. ഇതാ ഹലോ. ശുക്രിയ. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കൂ. पढ़ो ना। आप भी देखो ना। ठीक है ठीक है। अच्छा, ഇതൊരു പാർട്ടി സമ്മേളനമല്ല. അപ്പോ പണം വാങ്ങിക്കോളൂ. ഓക്കെ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കെട്ടാ. വെള്ളം ബാക്കി എടുക്കണ്ട, ഇരുന്നോട്ടെ. നീ വന്ന്, നീ വാ. ഞാൻ കൊടുക്കടാ? വേണ്ട, ഞാൻ കൊടുത്തോളാം. ആര് കൊടുത്താലും ഒരുപോലെ അല്ലേ? ഒരുപോലെയല്ല, രണ്ടുപോലെയാ. തുറക്ക്. എന്തൊക്കെ? ഇതെല്ലാം ഞാൻ മായയ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ. അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞല്ലേ? സാരമില്ല, ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മായ ഇതെല്ലാം പോയി ഒന്ന് അണിഞ്ഞു വരൂ. ഞങ്ങളൊന്ന് അല്ല, ഞാനൊന്ന് കാണട്ടെ. ശരി. നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവൾ ഇട്ടുകൊണ്ട് വരും. ഓ, നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായക്ക് ഇഷ്ടാവുന്നു. ജസ്റ്റ് മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇത് മായക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ? ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്ത് ഞാനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ആര് സെലക്ട് ചെയ്താലെന്താ? മായക്ക് ഇഷ്ടമായില്ലേ? ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്. വരൂ.
ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായേ. മായ കഴിക്കും. ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയൽ എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതൊന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയല് മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും നെയ്യ് അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടായി. അച്ചാർ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാറടിച്ച് വായിക്കാനല്ല എനിക്ക് ഇഷ്ടായി. ഒരു കത്തുണ്ട്. അപ്പോ അപ്പോ ദാ നിനക്കൊരു ലവ് ലെറ്റർ ഉണ്ട്. ആരുടെ കത്താടാ? വീട്ടിൽ നിന്നാ. അമ്മയുടെ. വീട്ടിൽ എന്താ വിശേഷം? എല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അയച്ചു കൊടുത്ത കാശും കിട്ടി. ആ. പിന്നെ നിന്നെ കുറിച്ചാണ് അമ്മ കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. അതെ. നീ ഉള്ളതുകൊണ്ടാണല്ലോ അമ്മ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയല്ലടാ എന്റെയോ അമ്മ. നമ്മുടെ ഉയർച്ചയെല്ലാം കാരണം നീയാണല്ലോ. ഒരു സുഹൃത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ സ്നേഹം നൽകാൻ ആർക്കാ കഴിയാ? നമ്മുടെ കൂട്ടുകെട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷാന്നറിയോ? നിങ്ങളെപ്പോലുള്ള രണ്ട് സുഹൃത്തുക്കളുടെ അരികിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഈ സ്നേഹം കണ്ട് എനിക്കിവിടെ കഴിയാനായിരുന്നെങ്കിൽ. അതിനെന്താ, കഴിഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും മായോടൊന്ന് പോകാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം മായക്കൂടെ കഴിയാം. മായ ഇവിടുന്ന് പോവരുത്. പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ എന്താ നിൽക്കുന്നത്? ഇരിക്കെ. മായക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാ. മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ഈ നഗരത്തിൽ വന്ന് ആഹാരം പോലും കഴിക്കാനില്ലാതെ ദിവസങ്ങളോളം വഴിയോരത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ മാറി. മായ വീട്ടിൽ വന്നതിന് ശേഷം നല്ല ഐശ്വര്യ. ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതേനാ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ആ ഇരിക്കൂ ഇരിക്കൂ. സാർ, ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1 2 3 4 5 6. ഷെയിം. ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ടബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ, ബാക്കി 25 പേര് ഒഴിവില്ല. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36 കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. പോക്കറ്റിനുള്ളത് മുഴുവൻ എല്ലാവരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കോണം. വേലി തന്നെ വിള തിന്നണോടാ. ഓക്കെ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാനും എന്റെ നേതാവൻ രക്ഷപ്പെട്ടനെ.